പാർലമെൻറ്റ് സമ്മേളനം അവസാനിച്ച് ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മൂഡിലേക്കൊക്കെ പോകാൻ പോകുന്ന സമയമാണ്. നമുക്കൊപ്പം എറണാകുളത്തിൻ്റെ ഹൈബീഡിനുണ്ട്. പാർലമെൻറ്റ് സമ്മേളനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. എന്താണ് തോന്നുന്നത്? പാർലമെൻറ്റിൽ നിയമസഭയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്ന ഒരു അനുഭവമായിരുന്നു, ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം 2 തവണ നിയമസഭയിൽ വിജയിച്ച ഒരാൾ കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിലും ഇന്ത്യയുടെ പാർലമെൻറ്റിലും വരിക എന്ന് പറയുന്നത് എക്സ്ട്രീംലി 2 അനുഭവങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. MLAയുടെ അത്രയും എഫക്റ്റീവ് ആകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ മണ്ഡലത്തിലെ മുഴുവൻ സമയം സാന്നിധ്യവും 7 നിയോജകമണ്ഡലത്തിലെ സാന്നിധ്യവും തമ്മിൽ വലിയ അന്തരമുണ്ട്. പക്ഷെ നിയമനിർമ്മാണ പ്രക്രിയയിൽ രാജ്യത്തിൻ്റെ നിയമം നിർമ്മിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അതിൻ്റെ ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനാധിപത്യ പ്രക്രിയകൾക്ക് യാതൊരു മര്യാദയുമില്ലാതെ, പ്രതിപക്ഷത്തിന് യാതൊരു സ്പേസും കൊടുക്കാതെ മുന്നോട്ട് പോയ ഒരു പാർലമെൻറ്റാണ് 17ാം പാർലമെൻറ്റ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ ചൂണ്ടിക്കാണിക്കാനും സാധിക്കും. പക്ഷേ എറണാകുളം നിയോജകമണ്ഡലം എന്ന ഞാൻ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിൻ്റെ വിഷയങ്ങൾ ഉയർത്തുന്നതിലാണെങ്കിലും അതുപോലെ തന്നെ ഡേ ടു ഡേ അവിടുത്തെ കോൺസ്റ്റിറ്റ്യുവൻസി നഴ്സ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പരിപൂർണമായി നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ജമ്മു കാശ്മീർ അടക്കമുള്ള ഒരുപാട് നിയമനിർമ്മാണമൊക്കെ നടന്ന സമയമാണ്. വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു, പലതവണ സസ്പെൻഷൻ നേരിട്ടിട്ട് അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതടക്കം UAPA അടക്കം കർഷകർക്കെതിരായിട്ടുള്ള നിയമമടക്കം നിരവധിയായിട്ടുള്ള കരിനിയമങ്ങൾ പാസ്സാക്കിയ ഒരു കാലഘട്ടവും കൂടിയാണ്. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അതിൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബില്ലടക്കം, പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള ഒരുപാട് രാജ്യം വളരെ കൗതുകത്തോടുകൂടി നോക്കിക്കണ്ട ഒരുപാട് നിയമനിർമ്മാണങ്ങൾ നടന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൃഗീയമായ ഭൂരിപക്ഷവും, എന്നാൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ചർച്ചയ്ക്കുള്ള അനുവാദം പോലും നൽകാതെ മണിപ്പൂർ പോലുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം കടന്നുപോയൊരു സന്ദർഭവും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ജനാധിപത്യ മര്യാദകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് 17ാം പാർലമെൻറ്റ് കടന്നുപോയത് എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. പക്ഷേ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ വളരെ ഫലപ്രദമായി അവരുടെ പ്ലാറ്റ്ഫോം വിനിയോഗിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇലക്ഷനിലേക്ക് പോവുകയാണ്. ഒരിക്കൽ കൂടി താങ്കൾ തന്നെ ഈ സാധനത്തിന് ഏറെക്കുറെ ഉറപ്പാണ് എറണാകുളത്ത്. എന്താണ്? അല്ല, സ്ഥാനാർത്ഥി നിർണയം ഔദ്യോഗികമായി കഴിഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ടില്ലെങ്കിലും 5 വർഷം ഒരു MP എന്നുള്ള രീതിയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അത് ആര് തന്നെ സ്ഥാനാർത്ഥിയായി വന്നാലും ഗുണകരമായി മാറും എന്ന് കരുതുകയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളത്തിൻ്റെ സവിശേഷമായ സാഹചര്യം എന്ന് പറയുന്നത് തീരദേശ മേഖലയും കർഷകരും ഉള്ളതുപോലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു നഗരവും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ആസ്പിറേഷൻസും കൂടി കണക്കിലെടുത്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് അവസരം നൽകുകയാണെങ്കിൽ അതിന് എല്ലാം തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ MP ഫണ്ടിൻ്റെ അഭാവം വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചു. പ്രത്യേകിച്ച് MLA ആയിരുന്ന സമയത്ത് കൃത്യമായ MLA ഫണ്ട് ഉണ്ടായിരുന്നു, അത് വിനിയോഗിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ MP ആയപ്പോൾ അതിനൊരു സാഹചര്യത്തിൽ വലിയ പരിമിതികൾ വന്നു. അല്ല, നമ്മൾ 2 വർഷത്തെ ഫണ്ടിൽ യഥാർത്ഥത്തിൽ 25 കോടി രൂപയാണ് 5 വർഷം ലഭിക്കേണ്ടത്. ആ 25 കോടിയിൽ തന്നെ SC/ST ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു പ്രത്യേക ശതമാനം തുക മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ 2 വർഷത്തെ MP ഫണ്ട് 17 കോടി രൂപയാണ് ഇന്ത്യയിലെ എല്ലാ MPമാർക്കും ലഭിച്ചിട്ടുള്ളത്. ആ 17 കോടി രൂപ ഫലപ്രദമായി വിനിയോഗിക്കാൻ ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിരന്തരമായ ഇടപെടലുകൾ കൊണ്ട് മുൻ MPയുടെ കാലഘട്ടത്തിൽ ചെലവഴിക്കാത്ത 4,80,00,000 രൂപ കൂടി MP ഫണ്ടിലേക്ക് ലഭിച്ചു എന്നുള്ളത് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മുൻ MP ഒരിക്കൽ കൂടി മത്സരിക്കാൻ ഒരുങ്ങുന്ന റിപ്പോർട്ടുകളുണ്ട്. KV തോമസ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യ പ്രക്രിയയിൽ ആർക്കും സ്ഥാനാർത്ഥിയാവുന്നതിൽ യാതൊരു കുഴപ്പമില്ല. എനിക്കെതിരെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ പോലെ പരിണതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ, കൊച്ചി മേയറായിട്ടുള്ള അനിൽകുമാർ, വ്യവസായ മന്ത്രി ആയിട്ടിരിക്കുന്ന മുൻ രാജ്യസഭ MP കൂടിയായ ശ്രീ P. രാജീവ്, അതുപോലെ വളരെ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ആളുകളാണ് എനിക്കെതിരെ മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ തവണ ഡോക്ടർ KJ അൽഫോൺസ് കണ്ണന്താനം അടക്കം ഉള്ള ആളുകൾ മത്സരിച്ചു. അപ്പോൾ നിയമനിർമ്മാണ പ്രക്രിയയിലും ജനാധിപത്യ പ്രക്രിയയിലുമെല്ലാം എല്ലാവരുടെയും ഭാഗമാകണം എന്ന് തന്നെയാണ്. അതിൽ ആര് വന്നാലും അവരെ സ്വീകരിക്കും. തോമസ് വന്നാലും കുഴപ്പമില്ല.
അല്ല അങ്ങനെയല്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിയല്ലല്ലോ, രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ആ ആശയത്തിൽ ഞങ്ങൾക്ക് വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഇന്നത്തെ ഭരിക്കുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരിനെതിരെ പൊതുവായ വലിയ ജനവികാരമുണ്ട്. അതെല്ലാം വോട്ടുകളായി ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ രാമക്ഷേത്രം അടക്കം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അതൊരു മേൽക്കൈ ഭരണപക്ഷത്തിന് ഇപ്പോൾ കൊടുത്തു എന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് 400-ലധികം സീറ്റുകൾ എന്നൊക്കെ ഒരു ഞങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. ജനങ്ങളുടെ മനസ്സിലെന്താണ്, അല്ലെങ്കിൽ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന തരത്തിൽ സർക്കാർ വളർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും അതിൻ്റെ റിഫ്ലക്ഷൻസ് എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ കോൺഗ്രസ് അത് വളരെ ഗൗരവത്തോടുകൂടി അത്തരം വിഷയങ്ങളെ നോക്കി കണ്ടുകൊണ്ട് സ്ട്രാറ്റജി ഉണ്ടാക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. പോലെ ആലപ്പുഴ വേണമെന്നൊരു താല്പര്യമുണ്ടോ മൊത്തത്തിൽ പാർട്ടിക്ക്? അല്ല, അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. KC വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കും. പാർട്ടി നിലപാട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരിക്കലും ധിക്കരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു സംഘടന രംഗത്ത് ഏറ്റവും മികവ് പ്രകടിപ്പിച്ച് KSU യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന ആളാണ്. അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് അന്തിമമായി ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. എന്താണെങ്കിലും വലിയ പ്രതീക്ഷകളാണ് ഹൈബീഡൻ പങ്കുവച്ചത്. വരും തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണം പ്രസിഡന്റൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.